activities. അതെ, അല്ല ഒരു റെസ്പോൺസിബിലിറ്റി പറയാൻ പറ്റുമോ? ഓക്കെ, ഇതുവരെ കറക്റ്റാ. ജസ്റ്റ് ഒരു റെസ്പോൺസിബിലിറ്റി നിനക്ക് പറയാൻ പറ്റുമോ നോക്കി. രജിസ്റ്റർ ചെയ്യുക പബ്ലിക് അക്കൗണ്ടിംഗ് ഫേംസിന്. ഓക്കെ, പിന്നെ ഒരെണ്ണം കൂടി എനിക്ക് വേണ്ടത് കിട്ടിയില്ല. അതാ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞൊരു സംഭവം. കാരണം അത് നിങ്ങൾക്ക് ഒരു പുതിയ ടേമാ അല്ലേ? ആ സംഭവം മനസ്സിലായില്ലേ? ഇൻഡിപെൻഡൻസ്. ആ ഓക്കെ, സോ അവിടെ വരെയാണ്. അതെ, ഓക്കെ ഗുഡ്. അപ്പൊ പഠിക്കണ്ട് അല്ലേ? പഠിക്കണില്ല അതോ PDF തൊട്ടപ്പുറത്തുണ്ടാ? പഠിക്കണ്ട അതോ PDF ഉണ്ടാ തൊട്ടപ്പുറത്ത്? അലീന വായിച്ചിരുന്നു സർ. വായിച്ചത്, ഗുഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ അപ് ടു ഡേറ്റ് ആയി പോണം. ഓക്കെ ശരി. ഇനി എവിടെയാണ് നമ്മൾ നിർത്തിയത്? എനിക്ക് ഞാൻ മറന്നുപോയി. എവിടെയാണ് നമ്മൾ നിർത്തിയത് ഈ ടോപ്പിക് ഇന്നലെ? ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് നമ്മൾ കഴിഞ്ഞതല്ലേ, സെക്ഷൻ 201. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഇതില്? ഇനി സെക്ഷൻ 203 നമ്മൾ കഴിഞ്ഞതാ അല്ലേ? അതെ, ഓക്കെ. ഇനി 204 ആണ് നമുക്ക് എടുക്കാനുള്ളത്. എന്റെ ഓർമ്മ ശരിയാണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടാണ് നമുക്ക് എടുക്കാനുള്ളത് അല്ലേ? അല്ലേ, ആണോ? യെസ്, ഓക്കെ ശരി. അപ്പൊ പിന്നെ ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് തുടങ്ങാം. അപ്പോ സെക്ഷൻ 204 നിങ്ങൾ പേടിക്കുക വേണ്ട, നമ്മൾ ഓൾറെഡി പഠിച്ച സംഭവം. നമ്മൾ ഓഡിറ്റ് കമ്മിറ്റി പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓഡിറ്റ് കമ്മിറ്റിന്റെ മേജർ എന്താണ്? മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഒരു ഇന്റർമീഡിയറി ആയി നിൽക്കുക, ഒരു മിഡിൽ മാൻ ബിറ്റ്വീൻ ദ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സും ഇന്റേണൽ ഓഡിറ്റേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള ഒരു മിഡിൽ മാൻ ആയിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അല്ലെ? ഓഡിറ്റ് കമ്മിറ്റിയുടെ വൺ ഓഫ് ദ റെസ്പോൺസിബിലിറ്റി ഇസ് ടു ആക്ട് ലൈക്ക് എ മിഡിൽ മാൻ ബിറ്റ്വീൻ ദ ഇന്റേണൽ ഓഡിറ്റർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റർ ആൻഡ് ദ മാനേജ്മെന്റ്. ഓക്കെ, അപ്പോ ഇവിടെ ഈ സെക്ഷനും അത് തന്നെയാണ് പറയണത്. ഓക്കെ, സെക്ഷൻ 204 require each public accounting firm registered with the PCAOB that performs an audit for an issuer to report the following in a timely manner. ഓക്കെ, ഈ താഴത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ടൈംലി മാനറിൽ ആർക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പറയണത്? നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി, നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ ഫോം ചെയ്തേക്കണ ഓഡിറ്റ് കമ്മിറ്റിനോട് ഈ പറയണ താഴത്ത് പറഞ്ഞേക്കണ 3 കാരണങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് അവരോട് ടൈംലി റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ എന്താന്ന് വെച്ചാൽ ഓൾ ക്രിട്ടിക്കൽ അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ടു ബി യൂസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, US കമ്പനീസ് അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് എന്ത് വഴിയാടാ? US GAAP പ്രകാരമാണ് അല്ലെ? സോ നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യണ കമ്പനി US GAAP പ്രകാരമാണോ അവരുടെ ബുക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്? ആ ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ ആണ് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് കമ്മിറ്റിയിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓൾ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ വിത്തിൻ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ, ഗാപ്പ് എന്ന് ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, that have been discussed with the issuers management, the ramification of the use of such alternative disclosures and treatment. Okay, ഇതിനെ കുറിച്ച് ഞാൻ പറയാനായിട്ട് ഒരു അക്കൗണ്ടിങ് രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പാർട്ട് 1 സെക്ഷൻ A കഴിഞ്ഞതാണോ? അഭിനവ കഴിഞ്ഞിട്ടുണ്ടോ? സെക്ഷൻ A കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ കുറെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ലേ? പാർട്ട് 1 ആണോ പാർട്ട് 2 ആണോ? പാർട്ട് 1 കഴിഞ്ഞിട്ടില്ല. ഓക്കെ ശരി. അപ്പോ അന്ന് ഞാൻ അതൊരു ചെറിയൊരു ബ്രീഫ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇവര് ഈ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണോ നമ്മൾ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണത്. സോ അതിൽ തന്നെ കുറെ പ്രൊവിഷൻസ് ഉണ്ട്. പ്രൊവിഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻവെന്ററി വാല്യുവേഷൻ. ഓക്കെ, ഇൻവെന്ററി നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ ഇൻവെന്ററി എന്നൊക്കെ കണ്ടിട്ടില്ലേ? ഇൻവെന്ററി ഒരു 3 lakh നമ്മൾ പണ്ട് +2 പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട്. ആ എമൗണ്ട് എങ്ങനെയാണ് വരുന്നത്? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു എമൗണ്ട് വരാനായിട്ട് ഒരു മെത്തേഡ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു മെത്തേഡ് അല്ല, ഓക്കെ, കമ്പനി യൂസ് ചെയ്യണ ഒരു മെത്തേഡാ. പക്ഷെ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരം ഏതൊരു കമ്പനിക്കും 3 മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പൊ കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ് ഏത് മെത്തേഡ് പ്രകാരമാണ് ഇൻവെന്ററി വാല്യൂ ചെയ്യേണ്ടത്. ലിഫോ പ്രകാരമാണോ, വേണമെങ്കിൽ അതുവഴി ചെയ്യാം. ഫിഫോ ആണോ, ഓക്കെ, അല്ലെങ്കിൽ ലോവർ ഓഫ് കോസ്റ്റ് ഓഫ് മാർക്കറ്റ് വാല്യൂ ആണോ. ഇങ്ങനെ പറയുന്ന 3 മെത്തേഡ്സ് ആണ് നമുക്ക് ഇൻവെന്ററി വാല്യുവേഷന് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ 3 ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ പെടുന്നത്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഡിസിഷനിൽ പെടുന്നതാ. പക്ഷേ ഇതിൽ 3 ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കണം ഇൻവെന്ററി വാല്യൂ ചെയ്യാനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു നിയമമാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, സോ അത് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനിൽ പെടുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യം ഓൾ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. അപ്പൊ ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഹാവ് ബീൻ ഡിസ്കസ്ഡ് വിത്ത് ദ ഇഷ്യൂവേഴ്സ് മാനേജ്മെന്റ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്യൂവേഴ്സ്, അതായത് നമ്മുടെ കമ്പനി, അവർ ഓഡിറ്റ് ചെയ്യാൻ പോണ കമ്പനീന്റെ അടുത്ത് പറയും, ഓക്കെ, നിങ്ങളുടെ മുന്നിൽ 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന് ലിഫോ, ഫിഫോ, ലോവർ ഓഫ് കോസ്റ്റ് ഓഫ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന മെത്തേഡ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഞങ്ങൾ പ്രിഫർ ചെയ്യണത്, നിങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയതുകൊണ്ട്, ഓക്കെ, ഒരു സജഷൻ എന്ന രീതിയിൽ അവർക്ക് പറയാം, ഓക്കെ, ലിഫോ യൂസ് ചെയ്താൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടും. അത് എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾ സെക്ഷൻ എയിൽ പറയൂട്ടാ. ഇപ്പൊ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇങ്ങനെ ഒരു 3 മെത്തേഡ് ഉണ്ട്, കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഇത് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകണം. പിന്നെ അവിടെ തന്നെ വരുന്ന കുറെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോ ബാഡ് ഡെപ്റ്റ് അലവൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാഡ് ഡെപ്റ്റ് അലവൻസ്, ബാഡ് ഡെപ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ബാഡ് ഉണ്ടോ? യെസ്, ഓക്കെ. അപ്പൊ ബാഡ് ഡെപ്റ്റ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മുടെ ഫ്രണ്ട്സിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്യാഷ് നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട് കുറച്ച് പണിയായിരിക്കും, അല്ലടാ? നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉള്ളതല്ലേ? ഓക്കെ, അപ്പോ ഈ കമ്പനീസും എന്താ ചെയ്യണേന്ന് വെച്ചാൽ, കമ്പനിക്ക് ഇപ്പോൾ $1,00,000 ഒരു അക്കൗണ്ട്സ് റിസീവബിൾ ആയിട്ട് കിട്ടാനുണ്ട്. പക്ഷെ കമ്പനിക്ക് ചില മാർക്കറ്റിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ അവർക്കറിയാം. ഓക്കെ, അപ്പൊ അവര് നോക്കുമ്പോൾ ചില കമ്പനീസിനൊന്നും, ഇവർ കടം കൊടുത്ത കമ്പനീസിനൊന്നും ഇത് തിരിച്ച് പേ ബാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഓക്കെ, അപ്പോ കമ്പനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ, ഞങ്ങൾക്ക് അക്കൗണ്ട്സ് റിസീവബിൾ ആയിട്ട് 1,00,000 ഉണ്ട്. പക്ഷെ ഈ പറയണ 1,00,000 ഒരു 20,000 ഒക്കെ ഒരിക്കലും കിട്ടാൻ പോണില്ല. അപ്പൊ നമുക്ക് അതൊരു ബാഡ് ഡെപ്റ്റ് ആയിട്ട് കൂട്ടാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു 20,000 ഇല്ലേ, ഓക്കെ, അതിന് ഒരു കുറെ കാൽക്കുലേഷൻസ് എടുക്കും. ഓക്കെ, കുറെ കാൽക്കുലേഷൻസ്, കുറെ ട്രീറ്റ്മെന്റ്, അങ്ങനെയാണ് ഒരു 20,000 എത്തണം. ഇതൊക്കെ നിങ്ങൾ പാർട്ട് 1 സെക്ഷൻ എയിൽ പഠിക്കും. ഞാൻ ജസ്റ്റ് തിയറി കവർ ചെയ്ത് പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറെ ട്രീറ്റ്മെന്റ്സ്, ഓക്കെ, എങ്ങനെ നമ്മുടെ കമ്പനിയുടെ ഗുഡ് വില്ല് അക്കൗണ്ട് ചെയ്യാം, അത് ചെയ്യാനായിട്ടും പല മെത്തേഡ്സ് ഉണ്ട്. സോ ഇതിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വേണ്ടത് എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആരോട് പറയണം? ഓഡിറ്റ് കമ്മിറ്റിനോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് സെക്കൻഡ് പോയിന്റിൽ പറയണത്. ഓക്കെ, സംഭവം മനസ്സിലായോ? നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന പല ഐറ്റത്തിനും 1, 2, 3 മെത്തേഡ്സ് വഴി നമുക്ക് വാല്യൂ ചെയ്യാം. അപ്പൊ അതിൽ ഏത് മെത്തേഡാണ് കമ്പനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിട്ടുള്ള ഫേം നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിനോട് ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നു. അത് ചെയ്യണം എന്നാണ് സെക്ഷൻ 204 പറയുന്നത്. വേറെ ഒന്നും ഇല്ല. ഓക്കെ, സംഭവം ഓക്കെ അല്ല? സംഭവം മനസ്സിലായോ? നിങ്ങൾക്ക് എടുക്കാത്ത ടോപ്പിക് ആണ്, പക്ഷെ ഞാൻ ഒരു ഷോർട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ തന്നെ ചോദിച്ചോ. ഒരു നോ സാറിന് വേണ്ടി ചെയ്യണം. ഓക്കെ, ക്ലിയർ, ശരി. ഓക്കെ, നെക്സ്റ്റ്, other material written communication between the registered public accounting firm and the management of the issuer, such as any management letter or schedule of unadjusted differences. അതായത് നമ്മൾ ഈ ഓഡിറ്റ് ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ, ബേസിക്കലി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ഡിഫറൻസസ് വരും. ഓക്കെ, എന്തെങ്കിലും ഒരു ലൈക്ക് നമ്മുടെ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന്
ഈ ബുക്സ് ഒക്കെ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വലിയ പിടുത്തം ഉണ്ടാവില്ല. ഇവിടെ തന്നെ നിങ്ങൾ കുറച്ച് കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ എക്സ്റ്റേണൽ ഓഡിറ്ററും എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സൈൻ ചെയ്തിട്ടുണ്ടാവണം. അതായത് ഇവർ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയണം ഞങ്ങൾ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ദിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇസ് 100% അക്യുറേറ്റ് ആണ് എന്ന് അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് അവരുടെ ഒരു സൈനിങ്ങും ഉണ്ടാവണം. സോ അതിൽ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആരാണ് പെടുക? കമ്പനിയും പെടും, ഈ എക്സ്റ്റേണൽ ഓഡിറ്ററും പെടും. ഞാൻ പറഞ്ഞില്ലേ സത്യൻ കമ്പ്യൂട്ടേഴ്സിന്റെ കേസ്, ആ കേസിൽ സത്യൻ കമ്പ്യൂട്ടേഴ്സും പെട്ടു, PwCയും പെട്ടു. ഓക്കെ, അവർ ചിലപ്പോൾ ഇന്റൻഷ്യലി ചെയ്തതാവാം, അല്ലായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയതായിരിക്കാം ഓഡിറ്റ് ചെയ്തപ്പോ. സോ അങ്ങനെ എന്തെങ്കിലും ഒരു 100% അവർക്ക് ഉറപ്പില്ലാത്ത എന്തെങ്കിലും ഒരു കാൽക്കുലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യുവേഷൻ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ, അവർ ഓഡിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആയിട്ട്, അതായത് ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ടാകണം, മാനേജ്മെന്റ് ആയിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം. അവര് ഓഡിറ്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് 100% കോൺഫിഡൻസ് ഇല്ല, ഏതെങ്കിലും ഒരു നമ്പറിൽ, ഓക്കെ, അവർ പറയണത് ഈ നമ്പറിൽ ഞങ്ങൾക്ക് അത്ര ഉറപ്പില്ല, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പ്രസന്റ് ചെയ്ത ഈ 3 lakh എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ് അസ്യൂം ചെയ്തോ, ആ 3 lakh 100% ജെനുവിൻ ആണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല എന്നുള്ളൊരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവണം ബിറ്റ്വീൻ ആരായിട്ടാ? മാനേജ്മെന്റിനോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് പറയണത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് അക്കോർഡിംഗ് ടു സെക്ഷൻ 204 നമ്മുടെ പബ്ലിക് അക്കൗണ്ടിംഗ് ഫോം, അതായത് നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഓഡിറ്റ് കമ്മിറ്റിനോട് 3 കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നാണ് സെക്ഷൻ 204 പ്രകാരം പറയുന്നത്. ഓക്കെ, സംഭവം മനസ്സിലായോ? ക്ലിയർ ആണോ? നിങ്ങൾ ചിലപ്പോൾ പഠിക്കാത്ത പലതും ടേംസും ഇതിലും വരാം. ഓക്കെ, സോ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. ഡൗട്ട് ഉണ്ടോ അഭിനവേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ, ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, ഇനി നെക്സ്റ്റ് സെക്ഷൻ. ഓക്കെ, കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ ടൈറ്റിൽ 3 പ്രകാരം സെക്ഷൻ 302, ടൈറ്റിൽ 3 എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ആണ് ടൈറ്റില്. അതിന്റെ അടിയിൽ വരുന്ന സെക്ഷൻ 302 ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, പേടിക്കാനില്ല. ഓക്കെ, SOX requires that each annual or quarterly, ഈ 10K എന്ന് പറയുന്നത് ആനുവലി സബ്മിറ്റ് ചെയ്യേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ്. ഓർ ക്വാർട്ടർലി, അതായത് 10Q എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി സബ്മിറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ്. ഓക്കെ, ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഫൈൽഡ് ഓർ സബ്മിറ്റഡ് ടു ദി SEC in accordance with the Security Exchange Act of 1934 must include certification by the company's principal executive officer or officers and its principal financial officers. അതായത് സംഭവം ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ക്വാർട്ടർലി ആകുമ്പോ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷന് അയച്ചു കൊടുക്കണം. ആര്? CEO അല്ലെങ്കിൽ CFO ഇത് സൈൻ ചെയ്ത്, അതായത് സൈൻ ചെയ്തെന്ന് വെച്ചാൽ ഓക്കെ ഞങ്ങൾ റെപ്രസെന്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ 100% ജെനുവിൻ ആണ് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്തിട്ട് ഇത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷന് ഫയൽ ചെയ്തിട്ടുണ്ടാകണം. എല്ലാം ക്വാർട്ടർലിയും ആനുവലിയും. ഓക്കെ, എല്ലാം ക്വാർട്ടർലി ഉള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ആനുവൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഇങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞതല്ലേ? നിങ്ങൾക്ക് അറിയണ നിയമല്ലേ അല്ലെ? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇങ്ങനെ ഒരു നിയമം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? യെസ്. അപ്പൊ ആ നിയമം വരണത് ഏത് സെക്ഷനിലാ? ഇനി നിങ്ങൾ സെക്ഷൻ പഠിച്ചാൽ മതി. സെക്ഷൻ 302 പ്രകാരം, സോക്സ് ആക്ട് സെക്ഷൻ 302 പ്രകാരം എല്ലാം CEO അല്ലെങ്കിൽ CFOയും ക്വാർട്ടർലിയോ ഓർ ആനുവലി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവണം? സൈൻ ചെയ്തെന്ന് വെച്ചാൽ ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്തിട്ട് ഇത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷന് ഫയൽ ചെയ്തിട്ടുണ്ടാകണം എന്നാണ് സെക്ഷൻ 302 പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സർട്ടിഫിക്കേഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകണം? ഒന്ന്,
ദ സൈനിങ് ഓഫീസർ ഹാസ് റിവ്യൂഡ് ദ റിപ്പോർട്ട്. സൈനിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈ സിഇഒ അല്ലെങ്കിൽ CFO ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, റിവ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ഇൻഡിക്കേഷൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സർട്ടിഫൈ ചെയ്യണില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവണം CEO ഓർ CFO. അപ്പോൾ ആ സർട്ടിഫിക്കേഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. ദ സൈനിങ് ഓഫീസർ ഹാസ് റിവ്യൂഡ് ദ റിപ്പോർട്ട്, അയാൾ ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, ബേസ്ഡ് ഓൺ ദ സൈനിങ് ഓഫീസേഴ്സ് നോളേജ് ദ റിപ്പോർട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി അൺട്രൂ material statement or omit to state any material fact that could cause the report to be misleading. അതായത് അയാളുടെ നോളേജ് അല്ലെങ്കിൽ അയാളുടെ അറിവിൽ ഈ റിപ്പോർട്ടിന് ഒരു അൺട്രൂ ആയിട്ടുള്ളത്, അതായത് കള്ളത്തരം ഒന്നും അല്ലെങ്കിൽ ഒരു ഫ്രോഡുലന്റ് നമ്പേഴ്സ് ഒന്നും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് ഇയാൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാകണം. ആ സർട്ടിഫിക്കേഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം എന്നാ പറയുന്നത്. അപ്പൊ അയാൾ സർട്ടിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് അയാൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ, അയാളുടെ നോളേജ് പ്രകാരം അല്ലെങ്കിൽ അയാളുടെ ഒരു നോളേജിൽ ഈ റിപ്പോർട്ടിൽ ഒരു അൺട്രൂ ആയിട്ടുള്ള, അതായത് ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റോ ഒന്നും ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാകണം ഈ സിഇഒയും അല്ലെങ്കിൽ CFO എന്ന് പറയുന്ന ആൾ. ഓക്കെ, based on the signing officer's knowledge, the financial statement and all other related information in the report fairly present in all material respect the financial condition and result of operation of the company. അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കണ എല്ലാ കാര്യവും കമ്പനിയുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ കണ്ടീഷനെ റിഫ്ലക്ട് ചെയ്യണ നമ്പേഴ്സ് തന്നെയാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു സർട്ടിഫൈ ചെയ്യണം എന്നാണ് പറയണത്. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങളാണ് സർട്ടിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഒന്ന്, ആ സൈനിങ് ഓഫീസർ അതായത് CEO ഓർ CFO അത് റിവ്യൂ ചെയ്തിട്ടുണ്ടാകണം. പിന്നെ അയാളുടെ നോളേജ് പ്രകാരം ഈ റിപ്പോർട്ടിൽ ഒരു മിസ്റ്റേറ്റ്മെന്റും ഇല്ല എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ ഉണ്ടാകണം. തേർഡ് വൺ, അയാളുടെ നോളേജിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന നമ്പേഴ്സ് ഒക്കെ നമ്മുടെ കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ ആണ് റിഫ്ലക്ട് ചെയ്യണത് എന്നുള്ളൊരു 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഓക്കെ, ശരി. The signing officer certified that they are responsible for establishing and maintaining internal control. അത് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ആരാണ് ഇന്റേണൽ കൺട്രോളിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള്? അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി പോണത് CEO ഓർ CFO ക്കാണ്. ഓക്കെ, അപ്പൊ അത് അയാൾ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, have designed the internal control to ensure that they are made aware of all material information related to the company and all subsidiaries. അതായത് നമ്മുടെ ഇന്റേണൽ കൺട്രോൾസ് ഒക്കെ എല്ലാം ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മുടെ മെറ്റീരിയൽ ഇൻഫോർമേഷൻ പ്രകാരമാണ്. അതായത് have designed the internal control to ensure that they are made aware of all material information relating to the company and all subsidiaries. നമ്മുടെ ഇന്റേണൽ കൺട്രോൾ ഡിസൈൻ ചെയ്തേക്കുന്നത് നമ്മുടെ കമ്പനിയുടെയോ അതോ നമ്മുടെ കമ്പനിയുടെ വേറെ സബ്സിഡിയറീസിന്റെ ഇൻഫോർമേഷൻ ഒക്കെ അവൈലബിൾ ആക്കിയിട്ടാണ് ഈ ഇന്റേണൽ കൺട്രോൾ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ കൂടി ഇവിടെ വേണം. ഓക്കെ, പിന്നെ 3ാമത്തെ എന്ന് പറഞ്ഞാൽ ഈ സെറ്റപ്പ് ചെയ്തേക്കുന്ന ഇന്റേണൽ കൺട്രോൾ ഒക്കെ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിത്തിൻ ദ 90 days. അതായത് ഒരു 90 days പീരീഡിൽ നമ്മുടെ കമ്പനിയിലുള്ള ഇന്റേണൽ കൺട്രോൾസ് ഒക്കെ ഞങ്ങൾ അതിന്റെ എഫക്റ്റീവ്നെസ് ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ കൂടി വേണം. ഓക്കെ, ഹാവ് പ്രസന്റഡ് in the report their conclusion about the effectiveness of their internal control. അപ്പൊ ചുമ്മാ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്തെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്ത് ചെയ്തിട്ടുണ്ടാവണം? ആ എഫക്റ്റീവിനെ കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഞങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെയൊക്കെ ഇന്റേണൽ കൺട്രോൾസ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഇന്റേണൽ കൺട്രോൾസ് ഒക്കെ നല്ല രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാകാൻ ചാൻസ് കുറവാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ കൂടി CEO ഓർ CFO ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് 4ാമത്തെ പോയിന്റിൽ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഏതെങ്കിലും പോയിന്റിൽ ഈ സംഭവം മനസ്സിലായില്ലേ? ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. റെസ്പോൺസിബിൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്
ഇന്റേണൽ കൺട്രോൾസ് എന്ന് പറയുന്ന ഫസ്റ്റ് പോയിന്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഹാവ് ഡിസൈൻ ദ ഇന്റേണൽ കൺട്രോൾ ടു എൻഷുർ ദാറ്റ്, അതായത് നമ്മുടെ കമ്പനിയിലുള്ള മെറ്റീരിയൽ ഇൻഫോർമേഷൻസിനൊക്കെ റിഫ്ലക്ട് ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് ഇന്റേണൽ കൺട്രോൾസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഇന്റേണൽ കൺട്രോൾസിന്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇവാലുവേഷൻ മാത്രം പോരാ, അതിന്റെ റിപ്പോർട്ടും കൂടി അയാൾ അത് ആ സർട്ടിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയണത്, അക്കോർഡിംഗ് ടു സെക്ഷൻ 302. ഓക്കെ, എനി ഡൗട്ട്സ്? ഇല്ല, നോ. ഓക്കെ, ഗുഡ്. ശരി, ഇനി the signing officers have disclosed the company, its auditors and the audit committee of the board of directors. അതായത് ഈ കമ്പനി ആരാണ് ഓഡിറ്റ് ചെയ്തേക്കുന്നത്, ഈ കമ്പനിക്ക് ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട് എന്നുള്ള ഒരു ഡിസ്ക്ലോഷറും കൂടി ഈ സിഇഒ ആ സർട്ടിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, all significant deficiencies in the design or operations of the company's internal control that could adversely affect the company's ability to record, process, summarize and report financial data and have identified for the company's auditors any material weakness in its internal control. അതായത് ഈ കമ്പനിയിൽ സെറ്റപ്പ് ചെയ്തേക്കുന്ന ഇന്റേണൽ കൺട്രോൾസിന്റെ എല്ലാം ഡെഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞ എന്താ, കുറവുകൾ. ഓക്കെ, അപ്പോ ഈ കുറവുകളൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് പറയണത്. ഓക്കെ, സംഭവം ഫസ്റ്റത്തേൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, ആ ഇവാലുവേഷന്റെ റിപ്പോർട്ട് നമ്മൾ കൊടുക്കണം. റിപ്പോർട്ട് മാത്രം പോരാ, നമ്മൾ ഇന്റേണൽ കൺട്രോൾസിൽ വരുന്ന കുറവുകൾ പോലും നമ്മൾ ഈ സർട്ടിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, എനി ഫ്രോഡ് റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് മെറ്റീരിയാലിറ്റി ദാറ്റ് ഇൻവോൾവ്സ് മാനേജ്മെന്റ് ഓർ അതർ എംപ്ലോയീസ് who have a significant role in the company's internal control. അപ്പോൾ കമ്പനിയുടെ ഈ വിത്തിൻ 90 days അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം സംഭവിച്ച ഏതെങ്കിലും ഫ്രോഡ്, ഓക്കെ, എന്തായാലും മെറ്റീരിയാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കുറച്ച് നേരമായിട്ട് കേൾക്കണോ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, ഓക്കെ എന്നൊക്കെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഒക്കെ നമ്മുടെ കമ്പനി ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമ്മുടെ ബാങ്ക് റീകൺസിലിയേഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബാങ്ക് റീകൺസിലിയേഷൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും നമ്മുടെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന സ്റ്റേറ്റ്മെന്റും കൂടി ഒന്നായിരിക്കണം, അല്ലെ? ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണിക്കണം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 lakh ആണ് അവൈലബിൾ ബാലൻസ് എങ്കിൽ നമ്മുടെ കമ്പനിയുടെ സോഫ്റ്റ്വെയറിലുള്ള മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന സ്റ്റേറ്റ്മെന്റിലും 2 lakh തന്നെ ആയിരിക്കണം അവൈലബിൾ ബാലൻസ്, അല്ലെ? അതാണ് ബാങ്ക് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് ചില ഡിഫറൻസസ് വരാം. പോയിന്റ് ഡിഫറൻസ് ആയിരിക്കും കേട്ടോ. പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് 0.01 എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഞാൻ റീകൺസൈൽ ചെയ്തിട്ട് എനിക്ക് വന്നു. പക്ഷെ ഞങ്ങളുടെ മാനേജ്മെന്റിന് 0.01 വരെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു. അവർ ഇത് ഭയങ്കര മെറ്റീരിയൽ ആയിട്ടാണ് കണ്ടത്. ഓക്കെ, അപ്പൊ ചില കമ്പനീസിൽ ഈ 0.01 ഒക്കെ ഇമ്മെറ്റീരിയൽ, അതായത് 0.01ന്റെ കേസല്ലേ, അതൊന്നും പ്രശ്നമില്ല, 0.01 അല്ലേ, കുഴപ്പമില്ലടാ. പക്ഷെ ചില കമ്പനികൾ ഇല്ല, 0.01 ആയാൽ പോലും നീ അത് കണ്ടുപിടിക്കണം, നീ അത് കണ്ടുപിടിച്ചേ പറ്റൂ, ആ 0.01 എവിടെ പോയി എന്നുള്ളത്. ഓക്കെ, അതാണ് മെറ്റീരിയലും ഇമ്മെറ്റീരിയലും. ഒരു കമ്പനിയുടെ ഡിസിഷനാ. ചില കാര്യങ്ങൾ ചില കമ്പനിക്ക് 0.01 അല്ലേ, പോട്ടെ, അല്ലെങ്കിൽ 50 രൂപേന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണത് അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ്. അപ്പൊ ചില കമ്പനിക്ക് ചില കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ ആയിട്ട് തോന്നാം, ചില കമ്പനിക്ക് ചില കാര്യങ്ങൾ ഒട്ടും മെറ്റീരിയൽ അല്ല, ഇമ്മെറ്റീരിയൽ ആയിട്ട് തോന്നാം. അത് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള സംഭവമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഏത് ഫ്രോഡ് ആയാലും റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ അത് കമ്പനീന്റെ ഇഷ്ടമല്ല. എന്ത് ഫ്രോഡ് ആയാലും, അതിപ്പോ ചെറിയൊരു ഫ്രോഡ് ആയെച്ചാൽ പോലും, അതായത് നിങ്ങളുടെ ഒരു എംപ്ലോയി ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ ലീക്ക് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് റെക്കോർഡ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ 50 എന്ന് പറയുന്ന എമൗണ്ടിന് പകരം നിങ്ങൾ റെക്കോർഡ് ചെയ്തത് 500 ആണ്. സോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു മിസ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ കമ്പനിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടെങ്കിൽ,
അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാകണം. ആര് ചെയ്തതാണെങ്കിൽ മാനേജ്മെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയി ആ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസിന് അയാൾക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റോള് അയാൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് ഈ പോയിന്റിൽ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇന്റേണൽ കൺട്രോൾസ് ആയിട്ട് റിലേറ്റ് ചെയ്യണത് മാനേജ്മെന്റോ അല്ലെങ്കിൽ ഏതൊരു എംപ്ലോയി എന്തെങ്കിലും ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിഗാർഡ്ലെസ് ഓഫ് ഇറ്റ്സ് മെറ്റീരിയാലിറ്റി അത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാകണം. മെറ്റീരിയാലിറ്റി എന്താന്ന് മനസ്സിലായല്ലോ? ഇപ്പോ മനസ്സിലായില്ലേ? ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാ. ഇപ്പൊ ചിലവർക്ക് 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ സംഭവമേ അല്ല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേ, എനിക്ക് 1 lakh എമൗണ്ട് നമ്മുടെ ബാങ്കിൽ ഉണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ഒരു 500 രൂപയ്ക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ല കൺസേൺ ഉണ്ടാവും? ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് അല്ലെ? അപ്പോ അതാണ് പറയുന്നത് 500 അല്ലേ കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, 500 എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ് എന്തൊരു സാധനവും അല്ലെങ്കിൽ ഏതൊരു ഫിഗറും മെറ്റീരിയലും ഇമ്മെറ്റീരിയലും ആകണത്. ഓക്കെ, സംഭവം ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, ശരി. ഇനി 6th one, the signing officers have stated in the report whether or not there were any significant changes in internal control or in any other factor that could significantly affect internal controls after the date of their evaluation, including any corrective action that have been taken with regard to significant deficiencies and material weaknesses. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം പോയിന്റ്, ഒരു വ്യത്യാസമില്ല. അത് സൈനിങ് ഓഫീസർ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം ഈ റിപ്പോർട്ടിൽ. അതായത് എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് നിങ്ങൾ ഇന്റേണൽ കൺട്രോളിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഓക്കെ, ആ കൊണ്ടുവന്ന എഫക്റ്റ് നമ്മുടെ ഇപ്പത്തെ ഇന്റേണൽ കൺട്രോളിനെങ്ങാനും അത് എഫക്ട് ചെയ്യാൻ പോകുന്നുണ്ടോ, ചാൻസ് ഉണ്ടോ എന്നുള്ളതും കൂടി ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയണത് അല്ലെ. That could significantly affect internal controls after the date of their evaluation. അപ്പോൾ ഏതെങ്കിലും ഒരു ഇന്റേണൽ കൺട്രോളിന് വേറൊരു ഇന്റേണൽ കൺട്രോളിന് എന്തെങ്കിലും ഒരു എഫക്റ്റ്, നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതുപോലും നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടിൽ, അതായത് സിഇഒയുടെ റിപ്പോർട്ടിൽ ആ സിഇഒ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് സെക്ഷൻ 302 പ്രകാരം പറയുന്നത്. ഓക്കെ, എനി ഡൗട്ട്സ്? ഓക്കെ, ഈച്ച് ആൻഡ് എവറി ലൈനായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ, നെക്സ്റ്റ് ടൈറ്റിൽ 4. അപ്പൊ നമ്മൾ ടൈറ്റിൽ 3 കണ്ടു, ഇനി അടുത്തത് ടൈറ്റിൽ 4. ഓക്കെ, ടൈറ്റിൽ 4 എൻഹാൻസ്ഡ് ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷേഴ്സ്. അപ്പോ ഇവിടെ 3 സെക്ഷൻസ് ആണ് സെക്ഷൻ 404 വരുന്നത്. ഒന്ന് സെക്ഷൻ 404A, സെക്ഷൻ 404B, സെക്ഷൻ 404C. ഇത് 2 ഓൾറെഡി നിങ്ങൾ പലതവണ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെക്ഷൻ 404A requires that each annual report required CC to state the responsibility of management for establishing and maintaining an adequate internal control structure and procedures for financial reporting. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലടാ. നമ്മുടെ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്ന ഒരു നിയമമാണ് സെക്ഷൻ 404A എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ജസ്റ്റ് ഇത് ഏതിന്റെ അടിയിലാണ് ഇങ്ങനെ ഒരു ഒരു ലോ വരണത് എന്ന് മാത്രമേ നിങ്ങൾക്ക് പുതിയതായി പഠിക്കാനുള്ളൂ. അപ്പൊ സെക്ഷൻ 404A അങ്ങനെ ഒരു നിയമം വരുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 404B എന്താ പറയണത്? requires the company's independent auditor to report and to attest management's assessment of the effectiveness of its internal control over financial reporting. അതായത് നമ്മുടെ മാനേജ്മെന്റിന്റെ ഇന്റേണൽ കൺട്രോളിന്റെ അസസ്മെന്റ്, അതായത് മാനേജ്മെന്റ് ഇന്റേണൽ കൺട്രോളിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടില്ലേ, ആ ഇവാലുവേഷനെ അറ്റസ്റ്റ് ചെയ്യണത് ആരായിരിക്കണം? ആ കമ്പനി ഓഡിറ്റ് ചെയ്ത ആളായിരിക്കണം എന്നാണ് സെക്ഷൻ 404A പ്രകാരം പറയണത്. ഓക്കെ, നമ്മുടെ നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒപ്പം എന്തും കൂടിയും ചെയ്തിട്ടുണ്ടാവണം, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം.
ആ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസിനെ കുറിച്ച് ഒരു കമന്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ ഒരു നിയമമാണ് ഇവിടെ കാണുന്നത്, സെക്ഷൻ 404B. ഓക്കെ, സംഭവം മനസ്സിലായോ? ഓക്കെ. പക്ഷെ സെക്ഷൻ 404C നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരു അറിവാണ്. ഓക്കെ, അപ്പോ അലേർട്ട് ആയിട്ടിരിക്കുക. അപ്പൊ ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഈ നോട്ടാണ്. അതായത് ഇത്ര ഉള്ളൂ സംഭവം. കമ്പനീസ്, US-ലുള്ള കമ്പനീസിനെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ 3 ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അക്കോർഡിംഗ് ടു ദർ സൈസ്. അപ്പൊ അവരുടെ സൈസ് പ്രകാരം ഓക്കെ 3 കാറ്റഗറീസിലോട്ടാണ് കമ്പനീനെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് നോൺ ആക്സിലറേറ്റഡ് ഫൈലർ ആൻഡ് ആക്സിലറേറ്റഡ് ഫൈലർ, ലാർജ് ആക്സിലറേറ്റഡ് ഫൈലർ എന്ന് പറയുന്ന 3 കാറ്റഗറിയിലോട്ടാണ് നമ്മൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ US കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ? ആൻഡ് ഓൺ ദ ബേസ് ഓഫ് എന്താ സൈസ് എന്ന് പറഞ്ഞു, എന്തിന്റെ സൈസ്, അതാണ് ഈ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ 75 മില്യൺ, നമുക്കറിയാലോ കമ്പനീസ് പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യും അല്ലെ? പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യില്ലടാ, ഇല്ലേ? മിക്ക കമ്പനീസും അവരുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പബ്ലിക്കിന്റെ ഫണ്ട് റേസ് ചെയ്യും. എങ്ങനെ? ഷെയർസ് വഴി. സോ അവരിപ്പോ ഫണ്ട് റേസ് ചെയ്തേക്കുന്നത് ലെസ് ദാൻ $75 മില്യൺ ആണെങ്കിൽ ആ കമ്പനീനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണത് നോൺ ആക്സിലറേറ്റഡ് ഫൈലർ എന്നാണ്. ഓക്കെ, അപ്പൊ ലെസ് ദാൻ 75 മില്യൺ വരെ ഷെയർസ് ഇഷ്യൂ ചെയ്ത കമ്പനീസിനെയൊക്കെ നമ്മൾ നോൺ ആക്സിലറേറ്റഡ് ഫൈലർ എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ടാണ് നമ്മൾ പെടുത്തുക. ഓക്കെ, അപ്പോ സൈസ് എന്ന് പറഞ്ഞാൽ നോൺ ആക്സിലറേറ്റഡ് ഫൈലറിന്റെ ലെസ് ദാൻ $75 മില്യൺ വരുന്ന കമ്പനീസ്. ആക്സിലറേറ്റഡ് ഫൈലറിന്റെയോ 75 മില്യൺ തൊട്ട് $700 മില്യൺ വരെ വരണ കമ്പനീസ് ആണ് ഈ ആക്സിലറേറ്റഡ് ഫൈലറിൽ വരാം. ഓക്കെ, സംഭവം മനസ്സിലായോ? ഒന്ന് ഫസ്റ്റ് നോൺ ആക്സിലറേറ്റഡ് ഫൈലർ എന്ന് പറഞ്ഞാൽ കമ്പനീസ് വിത്ത് ലെസ് ദാൻ $75 മില്യൺ. ഓക്കെ, $75 മില്യൺ വരെ ഇഷ്യൂ ചെയ്ത കമ്പനീസ് ആണ് നോൺ ആക്സിലറേറ്റഡ് ഫൈലറിൽ വരുന്നത്. ആക്സിലറേറ്റഡ് ഫൈലറിൽ വരുന്നത് 75 മില്യൺ തൊട്ട് 700 മില്യൺ വരെ ഷെയർസ് ഇഷ്യൂ ചെയ്ത കമ്പനീസിനാണ് വേർത്ത് 700 മില്യൺസ് വേർത്ത് വരുന്ന ഷെയർസ് ഇഷ്യൂ ചെയ്ത കമ്പനീസ് ആണ് ആക്സിലറേറ്റഡ് ഫൈലറിൽ വരുന്നത്. ലാർജ് ആക്സിലറേറ്റഡ് ഫൈലറിൽ അപ്പോൾ എത്രയായിരിക്കും? മോർ ദാൻ $700 മില്യൺ വരെ വേർത്ത് വരുന്ന കമ്പനീസ് ആണ് ഈ ലാർജ് ആക്സിലറേറ്റഡ് ഫൈലറിൽ വരാം. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് എന്നാണ് ഇന്ന് അറിയേണ്ടത്. നമുക്കറിയാം ഈ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷന്റെ മേജർ ഒബ്ജക്റ്റീവ് എന്താ? പബ്ലിക്കിനെ കമ്പനീസ് പറ്റിക്കാൻ പാടില്ല അല്ലെ? പബ്ലിക്കിനെ ഒരിക്കലും കമ്പനീസ് ഫ്രോഡുലന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇന്റൻഷൻ ആണ് ആരുടെ? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷന്റെ മേജർ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ? സോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 770 മില്യൺ ഒക്കെ വരെ ഇഷ്യൂ ചെയ്ത കമ്പനീസിനാച്ചാ അത്രയൊന്നും പബ്ലിക്കിനെ പറ്റിക്കാൻ പറ്റൂല അല്ലെ? കാരണം കുറച്ച് പേര് ഈ കമ്പനിയുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ളൂ. കറക്റ്റ് അല്ലെ? 70 മില്യൺ ഓക്കെ, ഒരു വലിയ എമൗണ്ട് തന്നെയാണ്. പക്ഷെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മൾ ഈ കമ്പനിയുടെ ഷെയർസ് ഒക്കെ വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ ഷെയർസ് കണ്ടോ? 75 മില്യൺ തൊട്ട് 700 മില്യൺ വരെ ഇഷ്യൂ, ആ വേർത്ത് വരെ ഇഷ്യൂ ചെയ്ത കമ്പനീസിന് കുറെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും ഇവര് മര്യാദയ്ക്കുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പോ ഈ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷന്റെ മേജർ കൺസേൺ എന്താ? കമ്പനീസ് ആൾക്കാരെ പറ്റിക്കരുത് അല്ലെ? അപ്പൊ ഈ 700 മില്യൺ വരെ വേർത്ത് ഉള്ള ഷെയർസ് ഇഷ്യൂ ചെയ്ത കമ്പനീസിനൊക്കെ കുറെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കമ്പനീസ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫ്രോഡൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിലീസ് ആയ ഒരു കുറെ ഇൻവെസ്റ്റേഴ്സ് ആണ് ഇതുകൊണ്ട് എഫക്ട് ചെയ്യാൻ പോണത് അല്ലെ? സോ ഇവര് ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കണേ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോ ഇങ്ങനെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാര് എഫക്ട് ചെയ്യണ കാരണം തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇവരുടെ കയ്യിലോട്ട് കിട്ടണം. ആരുടെ? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷന്
പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കമ്പനീസ്, അതായത് ആക്സലറേറ്റഡ് ഫയലർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കമ്പനീസും ലാർജ് ആക്സലറേറ്റഡ് ഫയലർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കമ്പനീസ് ഒക്കെ പെട്ടെന്ന് തന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷനിലോട്ട് അയച്ചു കൊടുക്കണം. കണ്ടോ ഇവിടെ ഡേയ്സ് കണ്ടോ ഇത് എത്ര ഡേയ്സിനുള്ളതാണ് അയച്ചു കൊടുക്കേണ്ടത്? ഇറ്റ്സ് ഡെഡ് ലൈൻസ് ടു ഫയൽ ആർ 75 ഡേയ്സ്. ആക്സലറേറ്റഡ് ഫയലറിന് വിത്തിൻ 75 ഡേയ്സിൽ കമ്പനീസ് എല്ലാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തിട്ടുണ്ടാകണം. ലാർജ് ആക്സലറേറ്റഡ് ഫയലറിനോ വിത്തിൻ 60 ഡേയ്സ് ഈ കമ്പനീസ്, ഈ കാറ്റഗറിയിൽ വരുന്ന കമ്പനീസ് ഒക്കെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കണം. വിത്തിൻ 60 ഡേയ്സ് അവർ ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ നോൺ ആക്സലറേറ്റഡ് ഉണ്ടോ വിത്തിൻ 90 ഡേയ്സ് മതി. കാരണം എന്താ? ഇവരുടെ കയ്യിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആകെ കുറവാ കമ്പയർ ടു ആക്സലറേറ്റഡ് ആൻഡ് ലാർജ് ആക്സലറേറ്റഡ് ഫയലർ അല്ലെ. സോ ഇവർ എന്തെങ്കിലും ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ചെയ്താലും കുറച്ച് ആൾക്കാരെ എഫക്ട് ചെയ്യുള്ളൂ compared to accelerated and large accelerated. So സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ ഫോക്കസ് ചെയ്യണത്, അതായത് മെയിൻലി ഫോക്കസ് ചെയ്യണത് പബ്ലിക്കിനെ, കുറെ ആൾക്കാരെ എഫക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. സോ അവര് നോക്കുമ്പോൾ കുറെ ഷെയർസ് ഇഷ്യൂ ചെയ്ത കമ്പനീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവര് പബ്ലിഷ് ചെയ്തേക്കുന്നത് എന്തെങ്കിലും ഫ്രോഡുലന്റ് കാര്യങ്ങൾ അവർക്ക് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് അവർക്ക് ഫോളോ ചെയ്യാം അല്ലെ. ഇപ്പൊ എല്ലാ കമ്പനീസിനും ഒരേ ഡേറ്റ് തന്നെയാണ് കൊടുത്തെങ്കിൽ എന്താ സംഭവിക്കുക? സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷന് ചിലപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റൂല, വലിയ കമ്പനീസിനെ ഫോക്കസ് ചെയ്യാൻ പറ്റൂല അല്ലെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനീസിനെ ഇങ്ങനെ കുറച്ച് സൈസിൽ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. സോ ദാറ്റ് കുറച്ച് ആൾക്കാരെ എഫക്ട് ചെയ്യണ്ടാവുള്ളൂ. ഓക്കെ, സംഭവം ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി ഞാൻ വായിച്ചുതരാം. A non-accelerated filer is a public company with public float of less than 75 million. Public float എന്നൊക്കെ പറഞ്ഞ ഷെയർ ഇഷ്യൂ ചെയ്തേക്കണം. കണ്ട, ഔട്ട്സ്റ്റാൻഡിങ് കോമൺ ഇക്വിറ്റി ഹെൽഡ് ബൈ ദ കമ്പനി. ഓക്കെ, അപ്പോ ഈ കമ്പനീസ് 75 മില്യൺ വേർത്ത് വരെ വരണ കമ്പനീസ്, അതായത് ഇഷ്യൂ ചെയ്ത ഷെയർസ് ഒക്കെ ഉള്ള കമ്പനീസ് ആണെങ്കിൽ ഈ നോൺ ആക്സലറേറ്റഡ് ഫയലർ എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ടാണ് വരാം. ഓക്കെ, അപ്പോ നോൺ ആക്സലറേറ്റഡ് ഫയലർ മസ്റ്റ് ഫയൽ ഇറ്റ്സ് ഫോം 10K. 10K എന്ന് പറഞ്ഞാൽ എന്തായിരുന്നടാ? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ വിത്തിൻ 90 ഡേയ്സ്. 90 ഡേയ്സിനുള്ളിൽ ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കമ്പനീസ് ഒക്കെ അവരുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷന്റെ ഫയൽ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, ആൻഡ് മസ്റ്റ് ഫയൽ ഇറ്റ്സ് ഫോം 10Q, അതായത് ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ദ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ വിത്തിൻ 45 ഡേയ്സ്. അപ്പോ ഈ കമ്പനീസിന് വിത്തിൻ 90 ഡേയ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അയച്ചു കൊടുത്താൽ മതി, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റോ വിത്തിൻ 45 ഡേയ്സിന് അയച്ചു കൊടുത്താൽ മതി. അതാണ് നോൺ ആക്സലറേറ്റഡ് ഫയലറിന്റെ ഒരു പ്രത്യേകത. ആക്സലറേറ്റഡ് ഫയലർ ആണെങ്കിലോ, ആക്സലറേറ്റഡ് ഫയലർ എന്ന് പറഞ്ഞാൽ 75 മില്യൺ തൊട്ട് 700 മില്യൺ വരെ വേർത്ത് ഉള്ള ഈ ഷെയർസ് ഇഷ്യൂ ചെയ്ത കമ്പനീസ് ആണ് ഈ ആക്സലറേറ്റഡ് ഫയലർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ 75 ഡേയ്സ് അവരുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം വിത്ത് ദ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ, ആൻഡ് ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്തിൻ 40 ഡേയ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് ആക്സലറേറ്റഡ് ഫയലറിൽ പറയുന്നത്. ആക്സലറേറ്റഡ് ഫയലർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കമ്പനീസ് ചെയ്യേണ്ടത്. ഓക്കെ, ലാർജ് ആക്സലറേറ്റഡ് ഫയലറുള്ള, അതായത് ഈ കമ്പനീസ് പറഞ്ഞാൽ മോർ ദാൻ 700 മില്യൺ വേർത്ത് ഷെയർസ് ഉള്ള കമ്പനീസ് ആണ്. ഓക്കെ, അപ്പൊ ഇവരുടെ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിത്തിൻ 60 ഡേയ്സ് അയച്ചു കൊടുക്കണം. ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ വിത്തിൻ 40 ഡേയ്സ് അവർ അയച്ചു കൊടുക്കണം എന്നാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന കമ്പനീസിന്റെ പ്രത്യേകത. അപ്പൊ നിങ്ങൾ കണ്ട, ഈ കമ്പനീസ് ഈ ലാർജ് ആക്സലറേറ്റഡ് ഫയലർ വിത്തിൻ 60 ഡേയ്സ് അയച്ചു കൊടുക്കണം, പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കണം. ആക്സലറേറ്റഡ് ഫയലറോ വിത്തിൻ 75 ഡേയ്സ് അയച്ചു കൊടുത്താൽ മതി. നോൺ ആക്സലറേറ്റഡ് ആണെങ്കിലോ വിത്തിൻ 90 ഡേയ്സ് അയച്ചു കൊടുത്താൽ മതി. അപ്പോ ഈ ഡേയ്സിനനുസരിച്ച് ഈ കമ്പനീനെ ക്ലാസിഫൈ ചെയ്തേക്കണം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ്, സോ ദാറ്റ്
ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ എഫക്ട് ചെയ്യില്ല. ഒരു മെജോറിറ്റി ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് എഫക്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. സംഭവം മനസ്സിലായ? ആക്സലറേറ്റഡ്, നോൺ ആക്സലറേറ്റഡ്, ലാർജ് ആക്സലറേറ്റഡ്. ഓക്കെ, സംഭവം മനസ്സിലായ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആര്യ യെസ് പറഞ്ഞു. ആര്യ മാത്രമേ ഉള്ളൂ. ആര്യയും അലീന, മനീഷ, ഈ 3 പേരേ ഉള്ളൂ. ബാക്കി ആരും പറയണില്ലല്ലോ. എന്ത് പറ്റി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോട്ടാ. എന്നിട്ടോ ഇത് മനസ്സിലായാലേ നിങ്ങൾക്ക് സെക്ഷൻ 404C മനസ്സിലാവുള്ളൂ. 404C എന്താ പറയണേന്ന് നോക്കിക്കോ. സെക്ഷൻ 404C പ്രൊവൈഡ്സ് ദാറ്റ് സെക്ഷൻ 404B എന്ന് പറഞ്ഞാൽ ഏതാടാ? നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത സംഭവം. റിക്വയർസ് ദാറ്റ് കമ്പനീസ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ, അതായത് ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസിനെ കുറിച്ച് കമന്റ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചില്ലേ? ആ സംഭവം ആർക്ക് അപ്ലൈ ചെയ്യില്ല? ഡസ് നോട്ട് അപ്ലൈ ടു നോൺ ആക്സലറേറ്റഡ് ഫൈലേഴ്സ്. അതായത് ലെസ് ദാൻ 70 മില്യൺ വേർത്ത് വരുന്ന കമ്പനീസിന് സെക്ഷൻ 404B അപ്ലൈ ആകില്ല. ഓക്കെ, അതായത് സ്മോൾ കമ്പനീസ് ഒക്കെ ഓഡിറ്റ് ചെയ്യണ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസിനെ കുറിച്ച് കമന്റ് ചെയ്യണ്ട എന്നാണ് ഇവിടെ പറയണത്. ഓക്കെ, നോൺ ആക്സലറേറ്റഡ് ഫൈലേഴ്സ് ആർ നോട്ട് റിക്വയർഡ് ടു ഹാവ് ദെയർ ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ ദി എഫക്റ്റീവ്നെസ് ഓഫ് ദെയർ ഇന്റേണൽ കൺട്രോൾ. കണ്ടോ? അപ്പോ ഈ പറയുന്ന കമ്പനീസ് ഒന്നും അവരുടെ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിനെ കൊണ്ട് ആ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസിനെ കുറിച്ച് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൗവർ സെക്ഷൻ 404A സ്റ്റിൽ അപ്ലൈസ്. അപ്പൊ 404B മാത്രമാണ് ഈ നോൺ ആക്സലറേറ്റഡ് ഫൈലേഴ്സിന് ചെയ്യേണ്ടാത്തുള്ളൂ. 404A എന്തായാലും ചെയ്തിരിക്കണം. 404A ഏതാടാ? The annual report required by the SEC. 404A state the responsibility of management. അതായത് എല്ലാ മാനേജ്മെന്റും ആ കമ്പനിയിൽ അഡ്വക്കേറ്റ് ഇന്റേണൽ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്ന നിയമം ഈ നോൺ ആക്സലറേറ്റഡ് ഫൈലേഴ്സ് എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 404C ബേസിക്കലി പറയണത് സെക്ഷൻ 404B എന്ന് പറയുന്ന നിയമം നോൺ ആക്സലറേറ്റഡ് ഫൈലേഴ്സ് ചെയ്യണ്ട. അപ്പൊ സെക്ഷൻ 404B എന്താ പറയണത്? അവരുടെ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിനെ കൊണ്ട് അവര് ആ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾസിന്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ച് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ 404A എന്തായാലും അവർ ചെയ്തിട്ടുണ്ടാകണം. 404A എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനീസും അവരുടെ കമ്പനിയിൽ ഇന്റേണൽ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകണം എന്നുള്ള ഒരു നിയമം എന്തായാലും നോൺ ആക്സലറേറ്റഡ് ഫൈലേഴ്സ് ഫോളോ ചെയ്യണം എന്നാണ് സെക്ഷൻ 404C പറയണത്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? 404A, B, C കുറെ ഉണ്ടല്ലേ? കൺഫ്യൂഷൻ വരരുത്. ഭയങ്കര സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വായിച്ചിട്ട്? നോ? ശരി, ഇനി ഒരു ടോപ്പിക് എടുക്കാനുള്ള സമയമില്ല. 9:30 ഓൾറെഡി ആയി. നിങ്ങൾക്ക് ഇന്ന് അങ്ങനത്തെ ഒരു ക്ലാസ് ഉള്ള കാരണം നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഇന്ന് തുടങ്ങിയത്, എനിക്കറിയാം. അപ്പോൾ ഇനി ഒരു പുതിയൊരു ടോപ്പിക് നമ്മൾ തുടങ്ങണില്ല. കാരണം തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും തീരില്ല. ഓൾറെഡി ഇത്രയും സമയമായി. സോ ഇനിയിപ്പോ തുടങ്ങി കഴിഞ്ഞാൽ 9:40, 9:45 ആ റേഞ്ച് ഒക്കെ ആവും. നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? 9:40, 9:45 വരെ ഇരിക്കാനായിട്ട്?